PMA വിഷൻ ന്യൂസ് ചാനലിലേക്ക് പ്രിയ സൗഹൃദങ്ങൾക്ക് സ്വാഗതം. നിർധനരായ പ്രവാസികൾക്ക് ഒരു വീട് വെച്ച് നൽകുന്നു. അബുദാബിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ഇമ കരുതൽ എന്ന പദ്ധതിയുമായി പ്രവാസി സമൂഹത്തിലേക്ക്. 30 വർഷങ്ങളിലധികം പ്രവാസ ലോകത്ത് അധ്വാനിച്ചിട്ടും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സഫലീകരിക്കാതെ പോയ പ്രവാസിക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ കരുതൽ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് അബുദാബിയിലെ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ത്യൻ മീഡിയ അബുദാബി. പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിലാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഈ വിവരം അനൗൺസ് ചെയ്തത്. പദ്ധതിയിലൂടെ നാട്ടിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ഇമയുടെ ലക്ഷ്യം. പ്രമുഖ സംരംഭകനും VPS ഹെൽത്ത് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിൽ നൽകുന്ന പിന്തുണയോടെയാണ് 15 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവിൽ വീട് നിർമ്മിച്ചു നൽകുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇന്ത്യൻ മീഡിയ അബുദാബി കമ്മിറ്റിയുടെ പ്രസിഡന്റ് സമീർ കല്ലറ, ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. 30 വർഷക്കാലത്തെ പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങി സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ കഴിയുന്നവരുടെ കുടുംബത്തിനാണ് കരുതൽ പദ്ധതിയിൽ മുൻഗണന നൽകുക എന്ന് ഇന്ത്യൻ മീഡിയ ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലമായി അബുദാബിയുടെ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഇമ. ആദ്യമായിട്ടാണ് ഒരു ജീവകാരുണ്യ പദ്ധതിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപകാംഗം എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഉള്ളവനും ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇതിന് ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ ചില നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് പ്രവാസി സമൂഹത്തിലെ നമ്മുടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. വാർത്തയിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെടാം. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ മുന്നോടിയായി രാജ്യത്ത് കനത്ത പൊടിക്കാറ്റ് വീശുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം മുതൽ അബുദാബി നഗരവും പൊടിക്കാറ്റിനാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലും ഈ പൊടിക്കാറ്റ് തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ശക്തമായ പൊടിക്കാറ്റ് കാരണം ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനയാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം. വരും ദിവസങ്ങളിലും ഈ പ്രതിഭാസം തുടരാൻ സാധ്യതയുണ്ട്. ചൂട് കനക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ശക്തമായ പൊടിക്കാറ്റ് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വെള്ളിയാഴ്ച വരെ മൂടിക്കെട്ടിയ അന്തരീക്ഷം പ്രതീക്ഷിക്കാം. അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും. ആയതിനാൽ വാഹനമോടിക്കുമ്പോൾ ചിത്രങ്ങൾ പകർത്തുവാനോ വീഡിയോ ചിത്രീകരിക്കുവാനോ പാടില്ല എന്നും അധികൃതർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഓരോ പുതിയ അപ്ഡേഷനുകളും അത് നിയമപരമായ കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ പോലീസ് സംബന്ധമായ കാര്യങ്ങളായിക്കോട്ടെ, അതാത് സമയങ്ങളിൽ അവരവരുടെ സോഷ്യൽ മീഡിയകളിൽ അപ്പോൾ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് എന്നതിനാൽ തന്നെ പ്രവാസി സമൂഹം അക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്.